ഐ നോബഡിയുടെ കഥയൊക്കെ ആദ്യമേ തന്നെ വ്യക്തമായി മനസ്സിലായിരുന്നിട്ടും ഞാൻ ഈ സിനിമ 2 വട്ടം തിയേറ്ററിൽ കണ്ടത് അതിലെ ആക്ഷൻ രംഗങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയായിരുന്നു. മലയാള സിനിമയിൽ ഒരു നായക കഥാപാത്രം സർവൈവലിന് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്, അതും വളരെ റോ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഞാൻ വേറെ കണ്ടിട്ടില്ല. സിനിമയുടെ കഥയെക്കുറിച്ച് പ്രേക്ഷകന് സംശയം തോന്നാൻ കാരണം സെക്കൻഡ് ഹാഫിലെ എഡിറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഐ നോബഡി സിനിമയുടെ കഥ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ പറയുന്നത് സിനിമയിലേതുപോലെ നോൺ ലീനിയർ ആയിട്ടല്ല, പകരം കൃത്യമായ ഓർഡറിലാണ്. സിനിമ കാണാത്തവർ സ്പോയിലർ ഒന്നും കേൾക്കാതെ സിനിമ കാണണം എന്നപേക്ഷിക്കുന്നു. സിനിമ കണ്ടിട്ട് കഥയിൽ സംശയം തോന്നിയവർ വീഡിയോ കാണൂ. കഥയിലേക്ക്. രാജീവൻ സെക്രട്ടേറിയറ്റിലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഭാര്യ മീര, മക്കൾ ജിയ, അമല എന്നിവരടങ്ങുന്നതാണ് രാജീവൻ്റെ കുടുംബം. മീരയ്ക്കും രാജീവനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലാണെങ്കിലും പരസ്പരം വലിയ ബന്ധമൊന്നുമില്ലാതെയാണ് അവർ ജീവിക്കുന്നത്. ഈ കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ വഞ്ചിയൂർ ISFC ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറുമായി മീരയ്ക്കൊരു അഫെയർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ രാജീവൻ അത് ചോദിക്കാനായി ഒരു ദിവസം ആ ബാങ്കിലേക്ക് ചെല്ലും. ബ്രാഞ്ച് മാനേജറെ പേടിപ്പിക്കാൻ വേണ്ടി ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന ഒരു ഫേക്ക് ഗണ്ണുമായിട്ടാണ് രാജീവൻ ബാങ്കിലേക്ക് ചെല്ലുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി അതേ സമയം തന്നെ മുഖംമൂടി ധരിച്ച കയ്യിൽ ഒറിജിനൽ തോക്കുകളുമായി 3 പേർ ബാങ്കിനുള്ളിലേക്ക് ആക്രമിച്ചു കടക്കും. അവരുടെ ലക്ഷ്യം ബാങ്ക് കൊള്ളയടിക്കുകയായിരുന്നു. കള്ളന്മാരുടെ ആക്രമണത്തിനിടയിൽ ഒരു സ്ത്രീ അവരുടെ മൊബൈലിൽ നിന്നും പോലീസിനെ വിളിക്കാൻ ശ്രമിക്കും. എന്നാൽ ഇത് കള്ളന്മാരിൽ ഒരാൾ കാണും. അപ്പോൾ ആ സ്ത്രീ അവരുടെ ഫോൺ രാജീവൻ്റെ മുൻപിലേക്കിടും. രാജീവൻ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു എന്ന് സംശയിച്ച കള്ളന്മാർ അയാളെ ആക്രമിക്കും. ഇതിനിടയിൽ രാജീവൻ്റെ കയ്യിൽ നിന്ന് ആ ഫേക്ക് ഗൺ താഴെ വീഴുന്നതോടെ കള്ളന്മാർ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണത്തോടൊപ്പം രാജീവനെയും കൈകൾ കൂട്ടിക്കെട്ടി മുഖം പ്ലാസ്റ്റിക് കൊണ്ട് മൂടി ബന്ധിയാക്കി ഒരു വാനിൽ തട്ടിക്കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ വെച്ച് വാൻ ഉപേക്ഷിച്ച് കള്ളന്മാർ ഒരു കാറിൽ യാത്ര തുടരും. ഹൈവേയിലൂടെ യാത്ര തുടരുമ്പോൾ നടു റോട്ടിൽ രാജീവനെ ഇറക്കിവിടും. ഇതിനിടയിൽ രാജീവനും ഒരു കള്ളനും തമ്മിൽ ഉണ്ടാകുന്ന അടിപിടിക്കിടയിൽ കള്ളൻ്റെ ബനിയനിലെ നെയിം പ്ലേറ്റ് രാജീവൻ പറിച്ചെടുക്കും. കാറിൽ യാത്ര തുടരുമ്പോൾ നെയിം പ്ലേറ്റ് കാണാനില്ല എന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ നടുറോട്ടിൽ നിൽക്കുന്ന രാജീവൻ്റെ അടുത്തേക്ക് കാറിൽ പാഞ്ഞു വരും. എന്നാൽ രാജീവൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് റോഡിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി കാറ് തകർന്ന് 3 കള്ളന്മാർ മരണപ്പെടും. പോലീസിൻ്റെ അന്വേഷണത്തിൽ ബാങ്കിൽ നിന്ന് നഷ്ടമായ 17 കോടി രൂപയും സ്വർണവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കള്ളന്മാർ സഞ്ചരിച്ച വഴിയിൽ എവിടെയോ അത് ഒളിപ്പിച്ചു എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതറിഞ്ഞ പൊതുജനം ആ പണം അന്വേഷിച്ച് കള്ളന്മാർ പോകാൻ സാധ്യതയുള്ള വഴികളിലൂടെയൊക്കെ അന്വേഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു. പണം കൊണ്ടുപോയ കാറിൽ ഉണ്ടായിരുന്നതിൽ ജീവനോടെയുള്ള ഒരാളിപ്പോൾ രാജീവൻ മാത്രമാണ്. അതുകൊണ്ട് ബാങ്ക് കൊള്ളയിൽ രാജീവന് പങ്കുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലീസും ജനങ്ങളും അയാളെയും കുടുംബത്തെയും പിന്തുടരുവാൻ തുടങ്ങുന്നു. അതോടൊപ്പം മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പരസ്യ വിചാരണ ചെയ്യുന്ന രീതിയിലേക്ക് രാജീവൻ്റെ ജീവിതം മാറിമറിയുന്നു. ഇതിലൊന്നും പങ്കില്ലാത്ത രാജീവൻ അതേസമയം ജോലി സ്ഥലത്തും സ്വന്തം കുടുംബത്തിലും താമസിക്കുന്ന ഫ്ലാറ്റിലുമെല്ലാം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഇതിനിടയിൽ ആ പണം രാജീവൻ്റെ വീട്ടിലുണ്ടെന്ന് കരുതി പോലീസിൻ്റെ അന്വേഷണവും നാട്ടുകാരുടെ ശല്യവും കൂടുന്നു. സത്യത്തിൽ ബാങ്ക് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്തത് 4 പേരായിരുന്നു. 3 പേര് ബാങ്കിലേക്ക് കയറി കൊള്ളയടിച്ചപ്പോൾ 4-മത്തെയാൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പുറത്തുണ്ടായിരുന്നു. അത് പോലീസ് കോൺസ്റ്റബിളായ അനസായിരുന്നു. കൊള്ള നടന്നതിന് ശേഷം പണം സൂക്ഷിക്കാമെന്ന് പ്ലാൻ ചെയ്ത സ്ഥലത്ത് അനസ് ചെന്ന് നോക്കുമ്പോൾ അവിടെ പണം ഉണ്ടായിരുന്നില്ല. ഈ സംഭവങ്ങൾക്കിടയിൽ സസ്പെൻഷനിലായ അനസും ആ 17 കോടി അന്വേഷിക്കുന്നവരിൽ ഒരാളാണ്. രാജീവിന് പണം എവിടെയാണെന്ന് അറിയാമെന്ന് കരുതി അത് കണ്ടെത്താൻ അനസും രാജീവൻ്റെ സഹായം തേടുന്നു. കള്ളന്മാർ പോയ വഴിയിലൂടെ അനസും രാജീവനും പോയെങ്കിലും എവിടെയാണ് പണം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് രാജീവിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നയാൾ അനസിനോട് പറയും. പക്ഷേ ആ യാത്രയിൽ കൊള്ളയടിക്കപ്പെട്ട പണം ഒരു അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിലാണ് ഇട്ടിരിക്കുന്നതെന്ന് രാജീവൻ മനസ്സിലാക്കിയിരുന്നു. അനസിനോട് പറഞ്ഞില്ല എന്ന് മാത്രം. അന്ന് രാത്രി ആ ഭണ്ഡാരം കുത്തി തുറന്ന് രാജീവൻ പണം എടുത്ത് സ്വന്തം ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഇത് പിന്നീട് മനസ്സിലാക്കുന്ന അനസും അനസിൻ്റെ അളിയന്മാരും രാജീവൻ്റെ കയ്യിൽ നിന്നും പണം അടിച്ചു മാറ്റാൻ പ്ലാൻ ഇടും. തന്നെ പിന്തുടർന്ന് തൻ്റെ താമസ സ്ഥലത്തെത്തിയ അനസിൻ്റെ അളിയന്മാരെ രാജീവൻ അടിച്ചോടിക്കും. പിറ്റേന്ന് ഫ്ലാറ്റിൽ ന്യൂസ് പേപ്പറിൻ്റെ പൈസ വാങ്ങാൻ വരുന്ന ഫ്ലാറ്റിലെ ജോലിക്കാരൻ ജേക്കബ് രാജീവൻ്റെ ഇളയ കുട്ടിയുടെ കയ്യിൽ ഒരുപാട് നോട്ടുകൾ കാണുന്നതോടെ ബാങ്ക് കൊള്ളയടിച്ച പണം രാജീവൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കും. ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുള്ള ജേക്കബ് രാജീവൻ്റെ കയ്യിലെ പണം കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്ലാനുകൾ നീക്കും. ജേക്കബ് ഒരു അജ്ഞാതനെ പോലെ രാജീവനെ വിളിച്ച് 70 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെടും. പക്ഷേ ജേക്കബിനെ രാജീവൻ തിരിച്ചറിയും. ശേഷം രാജീവനും ജേക്കബും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കും. രാജീവൻ്റെ കുട്ടിയെ ജേക്കബ് തട്ടിക്കൊണ്ടുപോകുന്നു. അത് വാർത്തയാകുന്നു. 2 ദിവസത്തിന് ശേഷം കുട്ടിയെ രാജീവന് തിരികെ കിട്ടുന്നു. ബാങ്ക് കൊള്ളയടിച്ച പണം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർക്ക് കൊടുത്ത് കുട്ടിയെ വീണ്ടെടുത്തു എന്ന് ജനങ്ങൾ കരുതും. അതോടെ പണം കയ്യിലില്ലാത്ത രാജീവനെ ജനങ്ങൾ ദ്രോഹിക്കുന്നത് നിർത്തും. ഇതായിരുന്നു പ്ലാൻ. ഈ പ്ലാൻ നടപ്പിലാക്കാൻ രാജീവൻ അടിച്ചോടിച്ച അനസിൻ്റെ അളിയന്മാരുടെ കാറെടുത്ത് അതിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റി ജേക്കബും ഭാര്യ മോളിയും തയ്യാറാവും.
സ്കൂൾ വിട്ടിറങ്ങുന്ന കുട്ടിയെ ജേക്കബ് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് ഒട്ടും പ്രതീക്ഷിക്കാതെ അനസിന്റെ അളിയന്മാർ മറ്റൊരു വാഹനത്തിൽ വന്ന് തട്ടിക്കൊണ്ടുപോകും. ജേക്കബ് ഇത് രാജീവനെ വിളിച്ചറിയിക്കും. ഇതറിഞ്ഞ രാജീവൻ ജോലി സ്ഥലത്തു നിന്നും സ്വന്തം കാറിൽ കുട്ടിയെ അന്വേഷിച്ചിറങ്ങും. അതോടൊപ്പം ഫ്ളാറ്റിൽ നിന്നും ആ പണം ജേക്കബ് അയാളുടെ കൈവശമുള്ള കാറിന്റെ ഡിക്കിയിലേക്ക് മാറ്റിയതിനു ശേഷം അയാളും ഭാര്യയും കുട്ടിയെ അന്വേഷിച്ചിറങ്ങും. ഇപ്പോൾ ഒരേ സമയം തിരുവനന്തപുരം നഗരത്തിൽ ഒരിടത്ത് അനസിന്റെ അളിയന്മാർ ഓടിക്കുന്ന കാറിൽ കുട്ടിയും ജേക്കബും മോളിയും ഓടിക്കുന്ന കാറിൽ പണവും, കുട്ടിയെ അന്വേഷിച്ച സ്വന്തം കാറിൽ രാജീവനും. കുട്ടിയെ കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കും. ഫ്ളാറ്റിൽ മീരയെയും ഇളയ കുട്ടിയെയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ കുട്ടിയുടെ അച്ഛൻ രാജീവൻ തന്നെയാണെന്ന് പോലീസുകാരനായ അനസ് മാധ്യമപ്രവർത്തകരോട് പറയും. അതോടെ വീണ്ടും ജനങ്ങളും പോലീസും രാജീവനെ തിരയാൻ തുടങ്ങും. ഇതിനിടയിൽ അനസിന്റെ അളിയന്മാരിൽ ഒരാൾ ജേക്കബ് ഓടിച്ച കാറ് തിരിച്ചറിഞ്ഞ് നടുറോട്ടിൽ വെച്ച് ജേക്കബിനെയും ഭാര്യയെയും കീഴ്പ്പെടുത്തി കാറുമായി കടന്നുകളയും. പക്ഷെ അപ്പോൾ അനസിന്റെ അളിയന് ആ കാറിൽ പണം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇതോടുകൂടി രാജീവന്റെയും ജേക്കബിന്റെയും പ്ലാനുകൾ മുഴുവൻ തകരും. കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി പണമുള്ള കാറ് നഷ്ടപ്പെട്ടു. ഒരിടത്ത് രാജീവൻ കുട്ടിയെ അന്വേഷിക്കുന്നു. മറ്റൊരിടത്ത് പോലീസും മാധ്യമങ്ങളും ജനങ്ങളും രാജീവനെ അന്വേഷിക്കുന്നു. ജേക്കബും ഭാര്യയും നഷ്ടപ്പെട്ട പണവും കാറും കുട്ടിയെയും അന്വേഷിക്കുന്നു. ഫ്ളാറ്റിൽ മീരയും ഇളയ കുട്ടിയും പോലീസുകാരും. ഇതെല്ലാം തിരുവനന്തപുരം നഗരത്തിൽ ഒരേ സമയം സംഭവിക്കുകയാണ്. കാറും പണവും നഷ്ടപ്പെട്ട ജേക്കബും ഭാര്യയും രാജീവനെ കണ്ടുമുട്ടുന്നു. അവർ ഒരുമിച്ച് യാത്ര തുടരും. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ മുൻപിലായി പണമുള്ള കാർ പോകുന്നത് കാണും. ഒരു പോലീസ് ചെക്കിങ്ങിൽ വെച്ച് ആ കാർ പോലീസ് ചെക്ക് ചെയ്യുന്നത് രാജീവനും ജേക്കബും അകലെ നിന്ന് കാണും. ആ കാറിൻ്റെ ഡിക്കി തുറന്നാൽ അതിലെ പണം പോലീസ് പിടിച്ചെടുക്കുമെന്ന് മനസ്സിലാക്കിയ രാജീവൻ ജേക്കബിനെയും ഭാര്യയെയും ഇറക്കി വിട്ടതിന് ശേഷം പോലീസ് ചെക്കിങ്ങിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കും. പോലീസ് രാജീവനെയും കാറും കസ്റ്റഡിയിലെടുക്കുന്ന ബഹളത്തിനിടയിൽ അനസിൻ്റെ അളിയൻ കാറുമായി ചെക്കിങ്ങിൽ നിന്ന് പോകും. അതിനെ പിന്തുടർന്ന് ജേക്കബും ഭാര്യയും ഒരു ഓട്ടോയിലും പോകും. രാജീവൻ പോലീസിൻ്റെ പിടിയിലായതറിഞ്ഞ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ അനസിൻ്റെ അളിയന്മാർ മീരയെ വിളിച്ച് പണം വേണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഇതിനിടയിൽ പണം വെച്ചിരുന്ന കാറിനെ പിന്തുടർന്ന് ജേക്കബ് എത്തിയത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. ജേക്കബ് ഈ കാര്യം പോലീസ് കസ്റ്റഡിയിലായ രാജീവൻ്റെ മൊബൈലിലേക്ക് വിളിച്ചറിയിക്കും. പോലീസ് സ്റ്റേഷനിൽ അടിയുണ്ടാക്കി രാജീവൻ പുറത്തിറങ്ങി തൻ്റെ കാറുമായി പോകും. പോലീസിൻ്റെ കയ്യിൽ നിന്നും രാജീവൻ രക്ഷപ്പെട്ടത് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ നാട്ടുകാർ രാജീവനെ തപ്പി വീണ്ടും ഇറങ്ങും. അതിൽ അനസിൻ്റെ അളിയന്മാരും ബാങ്ക് കൊള്ളയടിച്ച കള്ളന്മാരിൽ ഒരാളുടെ ബന്ധുക്കളും പണം കിട്ടാൻ ആഗ്രഹിച്ച ഒരുപാട് നാട്ടുകാരും ഉണ്ടായിരുന്നു. രാജീവൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കി കാറിൽ പോകുമ്പോൾ മറ്റു വാഹനങ്ങളിൽ ഒരുപാട് പേര് പിന്തുടർന്ന് ആക്രമിക്കും. ജനങ്ങളുടെ ആക്രമണത്തിനിടയിൽ കാർ ഉപേക്ഷിച്ച് രാജീവൻ ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കി ഓടും. ജീവൻ രക്ഷിക്കാൻ രാജീവൻ ഓടുന്ന വഴികളിലൊക്കെയും അയാളെ ആക്രമിക്കാൻ ആ പണം ആഗ്രഹിച്ച് പുറപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഒപ്പം മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് നാട്ടുകാരും. ഇതിനിടയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടിട്ട കാറിൻ്റെ ഡിക്കി തുറന്ന അനസിൻ്റെ അളിയൻ ആ പണം കാണും. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആ കാർ എത്താൻ കാരണം അനസിൻ്റെ മറ്റളിയന്മാർ രാജീവിൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ചിരുന്നത് അവിടെ ഒരു ഫ്ലാറ്റിലായിരുന്നു. ഇപ്പോൾ കാറിൽ നിന്ന് കിട്ടിയ പണവും രാജീവൻ്റെ കുട്ടിയും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മുറിയിൽ, ഒപ്പം അനസിൻ്റെ അളിയന്മാരും. പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടിയെ കാര്യമായി അന്വേഷിക്കുന്നില്ലെന്നും അവർക്ക് ബാങ്കിൽ നിന്നും നഷ്ടമായ പണം മതിയെന്നും തിരിച്ചറിഞ്ഞ മീര തൻ്റെ ഇളയ കുട്ടിയെയും കൂട്ടി നഗരമധ്യത്തിലേക്ക് കാണാതായ കുട്ടി അന്വേഷിച്ചിറങ്ങുന്നു. കൂടെ മാധ്യമപ്രവർത്തകരും ഒരു കൂട്ടം ജനങ്ങളും. സ്വന്തം കുട്ടിയെ കാണാതായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് യാതൊരു അന്വേഷണവും നടത്തുന്നില്ല എന്നറിഞ്ഞ ഒരമ്മ തൻ്റെ കുട്ടിയെ അന്വേഷിച്ച് തലസ്ഥാന നഗരത്തിലേക്ക് ഇറങ്ങിയ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമായി ലോകത്തുടനീളം നിമിഷ നേരം കൊണ്ട് പടരും. പോലീസ് അന്വേഷണത്തിലെ അനാസ്ഥയിൽ തുടങ്ങി ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വരെയുള്ള ചോദ്യങ്ങളിലേക്ക് മാധ്യമങ്ങൾ നീങ്ങുമ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വളരെ വേഗം എത്തും. ഇതേസമയം ഹെഡ്ക്വാർട്ടേഴ്സിൽ രാജീവനെ കാത്തിരുന്ന ജേക്കബും ഭാര്യയും പോലീസുകാരനായ അനസ് അങ്ങോട്ടേക്ക് എത്തുന്നത് ശ്രദ്ധിക്കും. നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും കണ്ണുവെട്ടിച്ച് രാജീവനും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തും. 3 പേരും ചേർന്ന് അനസ് കയറിപ്പോയ ഹെഡ്ക്വാർട്ടേഴ്സിലെ റൂമിലേക്ക് കയറി അനസിനെയും അളിയന്മാരെയും കീഴ്പ്പെടുത്തി കുട്ടിയെ രക്ഷിക്കും. അതോടൊപ്പം പണവും സ്വന്തമാക്കും. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ തൻ്റെ കുടുംബത്തിന് മനസമാധാനം കിട്ടണമെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണം എന്ന് തിരിച്ചറിഞ്ഞ രാജീവൻ മറ്റൊരു പ്ലാൻ തയ്യാറാക്കും. അതിനായി രാജീവൻ ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടാൻ കാരണമായ ISFC ബാങ്കിലേക്ക് വീണ്ടും ചെല്ലും, കയ്യിലൊരു ഫേക്ക് ഗണ്ണുമായി. ഇതറിഞ്ഞ പോലീസ് രാജീവനെ പിടികൂടി നേരെ മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് കൊണ്ടുചെല്ലും. രാജീവൻ മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് വയ്ക്കുന്ന ഒരേയൊരു ആവശ്യം തൻ്റെ കുടുംബത്തിന് മനസമാധാനമായി ജീവിക്കണമെന്നും ആരെയും ഭയപ്പെടാതെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയണമെന്നും മാത്രമാണ്. ഈ പ്രശ്നങ്ങൾക്ക് കാരണം രാജീവൻ അല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയണം എന്നായിരുന്നു രാജീവൻ ഉദ്ദേശിച്ചത്. അതിനു പകരമായി മുഖ്യമന്ത്രി രാജീവനോട് ആവശ്യപ്പെടുന്നത് രാജീവൻ കുട്ടിയെ കണ്ടെത്തിയ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്കും കേരള പോലീസിനും ആവണമെന്നാണ്. അത് രാജീവൻ സമ്മതിക്കും.
ബാങ്കിൽ നിന്ന് നഷ്ടമായ പണത്തെക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും അവർക്കിടയിൽ നടക്കില്ല. കാരണം എല്ലാവരും കരുതിയിരിക്കുന്നത് രാജീവൻ്റെ കയ്യിൽ ആ പണം ഉണ്ടെന്നും അതിനുവേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നുമായിരുന്നു. പക്ഷേ പണം രാജീവൻ്റെ കയ്യിലില്ല. ബാങ്ക് കൊള്ളയുമായി രാജീവനൊരു ബന്ധവുമില്ല. കാണാതായ കുട്ടിയെ കേരള പോലീസ് രക്ഷിച്ചു. ഇതാണ് പുറത്തു വരുന്ന വാർത്ത. അത് മുഖ്യമന്ത്രി നേരിട്ട് പറയുകയും ചെയ്തു. ഇത്രയധികം മാനസിക വിഷമം അനുഭവിച്ച രാജീവൻ പിന്നീട് അയാൾക്കുണ്ടായ ദുരവസ്ഥയെ രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കാണുന്ന മുഖ്യമന്ത്രി അതേ വാർത്താ സമ്മേളനത്തിൽ വെച്ച് തന്നെ രാജീവൻ്റെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ മാധ്യമങ്ങൾ ആഘോഷിക്കാൻ സാധ്യതയുള്ള മറ്റൊരു വാർത്ത കൂടി പുറത്തുവിടും. ലൈംഗിക ആരോപണ കേസിൽ ഒരു MLA അറസ്റ്റിലായി എന്ന വാർത്ത. മാധ്യമങ്ങൾ മുഴുവൻ ആ വാർത്തയുടെ പുറകെ പോകും. ഒരു തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് ചെന്നുപെട്ടതുകൊണ്ട് ദുരിതങ്ങൾ മാറി മാറി അനുഭവിക്കേണ്ടി വരുന്ന രാജീവൻ വീണ്ടും വെറുമൊരു നോബഡിയായി മാറും. അനസിൻ്റെ അളിയന്മാരുടെ അടുത്ത് നിന്ന് വീണ്ടെടുത്തിയ ആ പണം ജേക്കബും രാജീവനും പങ്കുവെച്ചെടുത്തു. പോലീസ് ഇപ്പോഴും അത് അന്വേഷിച്ച് നടക്കുന്നു. ഇതാണ് ഐ നോബഡി എന്ന സിനിമയുടെ കഥ. സിനിമയിൽ എനിക്ക് തോന്നിയ ലോജിക്കൽ പ്രശ്നങ്ങളും ഹിഡൻ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോയുമായി വരാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.